ഹലോ നമസ്കാരം, എല്ലാവർക്കും എം ജെ ഡിസ്കസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഡിസ്കസ് ഫിഷുകളെ കീപ്പ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില പാരാമീറ്റേഴ്സിനെ പറ്റിയും അതെങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. നമ്മളിവിടെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നില്ല. നമ്മൾ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് പി എച്ച് വെള്ളത്തിൻ്റെ ഒരു എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് കിറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ പി എച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് ഡിസ്കസിനെ സംബന്ധിച്ചിടത്തോളം. ഇതല്ലാണ്ട് നമ്മൾ വേറെ കുറച്ച് പാരാമീറ്റേഴ്സും കൂടി ഉണ്ട്. TDS, പിന്നെ അമോണിയ, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. പിന്നെ KH, GH, നൈട്രേറ്റ്സ്, നൈട്രേറ്റ്സ്, ഇത്രയും കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത് പി എച്ച് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ ഇടയ്ക്ക് പീരിയോഡിക്കലി ഇത് ചെക്ക് ചെയ്യണത് നല്ലതാണ്. കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഡിസ്കസ് ടാങ്കിൽ വെള്ളം മാറ്റുമ്പോൾ എപ്പോഴും സെയിം PH ഉള്ള വെള്ളം തന്നെ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇടയ്ക്ക് എന്നിരുന്നാലും നമ്മൾ ഇടയ്ക്ക് ഇത് ചെക്ക് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് API എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്രഷ് വാട്ടർ മാസ്റ്റർ ടെസ്റ്റ് കിറ്റാണ്. ഇതിനകത്ത് ബണ്ടിലായിട്ട് കുറേ അധികം സൊല്യൂഷൻസ് വരുന്നുണ്ട്. അതായത് നമുക്ക് അമോണിയ ടെസ്റ്റ് ചെയ്യാം, നൈട്രേറ്റ് ടെസ്റ്റ് ചെയ്യാം, PH നോർമൽ PH, പിന്നെ PH ഹൈ PH എന്നൊക്കെ സംഭവമുണ്ട്. പിന്നെ അതുപോലെ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സും ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് PH മാത്രം ടെസ്റ്റ് ചെയ്യണ സൊല്യൂഷനും നമുക്ക് അവൈലബിൾ ആണ്, ഈ സെയിം കമ്പനിയുടെ തന്നെ. അതുപോലെ അമോണിയ മാത്രം ടെസ്റ്റ് ചെയ്യണ സൊല്യൂഷൻസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏറ്റവും റിലയബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് കിറ്റ് തന്നെ യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 4 ടെസ്റ്റ് ട്യൂബുകളും ഇതിൻ്റെ കൂടെ ബണ്ടിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു അഡീഷണലി നമുക്കൊരു ഇതുപോലുള്ള ഒരു സിറിഞ്ച്, ഒരു 5 ml ഒരു സിറിഞ്ച് ആവശ്യമുണ്ട്. അത് നമുക്ക് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാവുന്നതാണ്. PH ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് വേറെ ഇലക്ട്രോണിക് ഡിവൈസുകളും അവൈലബിൾ ആണ്. നമുക്ക് അതാകുമ്പോൾ ഡിജിറ്റലി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അത് മാർക്കറ്റിൽ ആമസോൺ ഷോപ്പിംഗ് കാർട്ടിലൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ ഏതെങ്കിലും ഡിവൈസ് യൂസ് ചെയ്താലും മതി. പക്ഷേ നമ്മൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് ഈ ഒരു കിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് PH നോക്കണ സൊല്യൂഷൻ ആവശ്യമുണ്ട്. പിന്നെ ഒരു ടെസ്റ്റ് ട്യൂബ് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 5 ml സിറിഞ്ചുമാണ് നമുക്കിതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത്. അതിന് ശേഷം നമ്മൾ ഈ ഒരു സിറിഞ്ചിലേക്ക് ഒരു 5 ml നമുക്ക് ടാങ്ക് വാട്ടറാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാങ്കിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 5 ml ഈ ടെസ്റ്റ് ട്യൂബിൽ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് 5 ml ഒരു വൈറ്റ് കളറിൽ. ആ ഒരു മാർക്കിംഗ് വരെയും നമ്മളൊരു ഈ സിറിഞ്ചിൽ എടുത്തിട്ട് അത് കറക്റ്റ് അതിനകത്ത് ആ ഒരു 5 ml ആവുന്ന രീതിയിൽ തന്നെ അതിനകത്തേക്ക് നമ്മുടെ ടെസ്റ്റ് ട്യൂബിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. അത് ശ്രദ്ധിക്കുക, 5 ml കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് അവരാ മാർക്ക് ചെയ്തേക്കണം ആ ഒരു 5 ml കറക്റ്റ് ആഡ് ചെയ്യുക. ഇങ്ങനെ അതിനുശേഷം നമ്മുടെ PH ടെസ്റ്റിംഗ് സൊല്യൂഷനിൽ നിന്ന് നമ്മൾ 3 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ ടെസ്റ്റ് ട്യൂബിലേക്ക്, അതായത് നമ്മൾ ടാങ്ക് വാട്ടർ എടുത്തേക്കണ 5 ml അല്ലേ, അതിലേക്ക് ആഡ് ചെയ്യണം. അതിൽ കൂടുതൽ ആഡ് ചെയ്യാൻ പാടില്ല. കൃത്യം 3 ഡ്രോപ്സ് തന്നെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ആ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. വേറെ സൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യണ സമയത്ത് അവർ കൂടുതൽ ഡ്രോപ്സ് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ അത് വേറെ കേസിലാണ്, അതായത് അമോണിയയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഡ്രോപ്പാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പം കെയർഫുള്ളായിട്ട് കറക്റ്റ് 3 ഡ്രോപ്സ് ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ 3 ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത് നമ്മുടെ കൈമൊന്നാവരുത്. ഇത് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കേസാണ്. അതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ക്യാപ്പ്, ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ തന്നെ ക്യാപ്പ് അതുമ്പോൾ കറക്റ്റായിട്ട് അടയ്ക്കുക. അതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്യുക. ഒരു 30 സെക്കൻഡോളം അത് നന്നായിട്ട് 30-40 സെക്കൻഡോളം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഈ കളറും നമുക്ക് അവരൊരു ചാർട്ട് തന്നിട്ടുണ്ട് ഈ കിറ്റിൻ്റെ കൂടെ. ആ കളറും നമ്മൾ കമ്പയർ ചെയ്യണം. ആ കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് കൂടുതൽ മാച്ച് ആവുന്ന കളർ ഉള്ള PH ആണ് നമ്മുടെ ഇതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കാണ് നോർമൽ PH എന്ന് പറയണത്. അപ്പോൾ ആ ബ്ലോക്കിലുള്ള കളറുകളായിട്ട് ഓരോന്ന് നമ്മൾ മാച്ച് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ കളറ് യെല്ലോ ആണ്. ആ യെല്ലോ ആയിട്ട് നമുക്ക് ഈ കളറ് നമ്മുടെ സൊല്യൂഷനായിട്ട് മാച്ച് ആവുന്നില്ല. രണ്ടാമത്തെ കളറ് ഒരു ലൈറ്റ് ഗ്രീനാണ്. പിന്നെ മൂന്നാമത്തെ കളർ കുറച്ചും കൂടി ഡാർക്ക് ഗ്രീനാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണോ കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത് ആ കളറിലേക്ക് നമ്മളിത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും
അതാണ് ഇതിൻ്റെ പി എച്ച് ആയിട്ട് വരിക. അപ്പോൾ ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് 6ഉം 6.5നും ഇടയിലായിട്ടുള്ളൊരു പി എച്ച് ആണ് ഇതിനകത്ത് പി എച്ചിൻ്റെ ഇതായിട്ട് വരണത്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമ്മൾ ഇതുപോലെ പീരിയോഡിക്കലി ചെക്ക് ചെയ്യണം. പീരിയോഡിക്കലി ചെക്ക് ചെയ്യാൻ മറക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ മറക്കാണ്ട് ചെയ്യുക. താങ്ക് യു.